സവർണ ഹൈന്ദവ നിലപാടുള്ള BJP-യോടൊപ്പം താങ്കൾക്ക് എങ്ങനെയാണ് ചേരാൻ കഴിയുന്നത് എന്ന് അത്ഭുതപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്താണ് താങ്കൾക്ക് എന്നോട്? അത് മീഡിയ വൺ ചാനലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു? നമസ്കാരം. നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തനം, പ്രത്യേകിച്ച് മീഡിയ വൺ, ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ മൗലാന മൗദൂദിയാണ്. നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് അറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില കൃതികളൊക്കെ വായിക്കണം. ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്തെക്കുറിച്ചുള്ളൊക്കെ കാഴ്ചപ്പാട്, ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കുവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം, ഇതൊന്നും ഇസ്ലാമിൻ്റെ വാക്കുകളെ അല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന മൗലാന മൗദൂദി, അദ്ദേഹത്തിൻ്റെ ജമാഅത്തെ ഇസ്ലാമി, അവരുടെ രാഷ്ട്രീയ പാർട്ടി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ, അതുപോലെ അവരുടെ ചാനലാണ് മീഡിയ വൺ. അപ്പോൾ മീഡിയ വൺ ചാനൽ കേരളത്തിലെ പ്രമുഖ സാമുദായിക നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ മകനും BDJS-ന്റെ നേതാവുമായ BJP-യുടെ സഖ്യകക്ഷിയുമായ തുഷാർ വെള്ളാപ്പള്ളിയോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെ തന്നെയാണ്. നിങ്ങളൊരു പിന്നോക്ക സമുദായത്തെ ഉയർത്തുവാൻ വേണ്ടി പരിശ്രമിക്കുന്നു. മുന്നോക്കം, പിന്നോക്കം, അത് എങ്ങനെയാണോ ഹിന്ദുക്കളെ വിഘടിപ്പിക്കുന്നത്, ആ നമ്പറുകൾ ഇപ്പോഴും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോക്കം, പിന്നോക്കം എന്ന് പറയുന്നത് ഒരു കാലത്തുണ്ടായിരുന്നു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ള അവസ്ഥയുണ്ടായിരുന്നു. ഹിന്ദുക്കൾ അതിനെല്ലാം അതിജീവിച്ചു. ഹിന്ദുവിൻ്റെ ആചാര്യന്മാർ വന്നു, അവർ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും അതിൽ യാതൊരു പങ്കുമില്ല എന്ന് ചരിത്രത്തിൽ നമുക്കറിയാം. അപ്പോൾ ഹിന്ദുക്കളായ ആചാര്യന്മാർ ഹിന്ദുവിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. നൂറുകണക്കിന് നവോത്ഥാന നായകന്മാർ ഹിന്ദുവിൻ്റെ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ ഒക്കെ പരിഹരിച്ചു. പക്ഷെ ഇന്നും നമ്മുടെ സർക്കാർ പിന്നോക്കം, മുന്നോക്കം എന്നൊക്കെ പറഞ്ഞിട്ട് വേർതിരിച്ചിട്ടുണ്ട്. നമ്മുടെ ഹൈന്ദവ സമൂഹത്തിൽ പട്ടികജാതി, പട്ടികവർഗമുണ്ട്, OBC ഉണ്ട്, ഉയർന്ന ജാതി എന്നൊക്കെ പറഞ്ഞ് ധാരാളം വേർതിരിവുകളുണ്ട്. പക്ഷെ ഇതൊന്നും സാമാന്യ ഹിന്ദുവിനെ ബാധിക്കുന്ന വിഷയമല്ല. ഇപ്പൊ കല്യാണ കാര്യത്തിൽ പോലും ഹിന്ദുക്കൾ ജാതി നോക്കാത്ത രീതിയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഒരു ക്ഷേത്രങ്ങളിലും ജാതിയുടെ ഉച്ചനീചത്വങ്ങൾ ഇന്ന് ഭാരതത്തിൽ എവിടെയും നമുക്ക് കാണിക്കുവാൻ കഴിയില്ല. തീർന്നില്ല. ഇന്ന് അമ്പലത്തിൽ ശാന്തിക്കാരനാകുവാൻ ആദിവാസിക്കും ഈഴവനും പുലയനും പറയനും എല്ലാം സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു വലിയ മുന്നേറ്റം ഹൈന്ദവ സമൂഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മുന്നോക്കം, പിന്നോക്കം എന്നൊക്കെ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കുക, നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെയാണോ വിഘടിപ്പിക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളി സാറിൻ്റെ വായിൽ നിന്ന് BJP-ക്കും സംഘപരിവാറിനും അഥവാ ഹിന്ദുവിനുമെതിരെ എന്തെങ്കിലും കിട്ടുമോ എന്നാണ് ഈ മീഡിയ വൺ മാധ്യമ പ്രവർത്തനം നോക്കുന്നത്. പക്ഷെ ഒന്നും കിട്ടിയില്ലെന്ന് മാത്രമല്ല, കണക്കിന് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു. അതായത് ചോദ്യം ഇതാണ്: പള്ളി പൊളിച്ചിട്ടാണല്ലോ അവിടെ ക്ഷേത്രം ഉണ്ടാക്കിയത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ പറഞ്ഞു, പള്ളി പൊളിക്കുന്നതിന് മുമ്പ് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. അതായത് 1528 ബാബർ എന്ന മതമൗലികവാദിയായ മതഭ്രാന്തൻ ഇബ്രാഹിം ലോധിയെയും ആയിരക്കണക്കിന് മുസ്ലിങ്ങളെയും കൊന്നൊടുക്കിയിട്ടാണ് ബാബർ മുഗൾ സാമ്രാജ്യം 1526 ഇവിടെ സ്ഥാപിച്ചത്. 28 അയോധ്യയിലെ രാമക്ഷേത്രം തകർക്കുന്നത്. കാരണം ഇസ്ലാമിക രാജാക്കന്മാർ 700 വർഷക്കാലം കൊണ്ട് 30,000-ൽ പരം ക്ഷേത്രങ്ങൾ തകർത്തു. 40 ലക്ഷത്തിൽ പരം ഹിന്ദുക്കൾക്ക് ജീവൻ ബലിദാനം നൽകേണ്ടി വന്നു. അയോധ്യ, കാശി, മധുര അടക്കം പള്ളികളായി രൂപാന്തരപ്പെട്ടു. ഇനി ഈ മാധ്യമപ്രവർത്തകന് അറിയാവുന്നൊരു കാര്യം പറയാം. കോൺഗ്രസിന്റെ ആളുകളോടൊക്കെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം എത്ര പ്രാവശ്യമാണ് ഇസ്ലാമിക അക്രമകാരികൾ നശിപ്പിച്ചത്? 16 പ്രാവശ്യം. ഓരോ പ്രാവശ്യവും ഹിന്ദുക്കൾ അത് പുനർനിർമ്മിച്ചു. ഒടുവിൽ 1951 സ്വതന്ത്ര ഭാരതത്തിൽ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ അധ്യക്ഷനായിട്ടുള്ള അന്നത്തെ ഉദ്ഘാടന ചടങ്ങിൽ ഈ പറയുന്ന ക്ഷേത്രം സമാജത്തിനായി ഭക്തജനങ്ങൾക്ക് തുറന്നുകൊടുത്തത് അന്നത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു എന്നത് റീസെന്റ് ചരിത്രമാണ്. 70 വർഷം മുമ്പുള്ള ഒരു ചരിത്രമാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ആരാണിത് തകർത്തത് എന്നറിയണമെങ്കിൽ ഇസ്ലാമിക അക്രമകാരികൾ എത്ര പ്രാവശ്യം ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം തകർത്തു എന്ന് ഈ മാധ്യമ പ്രവർത്തകനും അല്ലെങ്കിൽ ചരിത്രം പഠിക്കുവാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും അനായാസന പഠിക്കുവാൻ കഴിയുന്ന വസ്തുതയാണ്. ഇസ്ലാം മത വിശ്വാസപ്രകാരം ആർക്കെല്ലാം നരകം കിട്ടുമെന്ന് പറയുമ്പോൾ ഒന്നാമത് വിഗ്രഹാരാധകനാണ്. ദൈവത്തിന് രൂപമുണ്ടാക്കുന്നവർക്ക് നരകമാണ്. ഹിന്ദുക്കൾ ദൈവത്തിന് രൂപമുണ്ടാക്കി ആരാധിക്കുന്നവരായതുകൊണ്ട് ഹിന്ദുവിന്റെ മാനബിന്ദുക്കളിൽ ഏറ്റവും പ്രധാനമാണ് ക്ഷേത്രം. ക്ഷേത്രമില്ലാത്തൊരു ഗ്രാമം, ഒരു നഗരം നമുക്ക് ഭാരതത്തിൽ എവിടെയും കാണിക്കുവാൻ കഴിയില്ല. നമ്മുടെ ഗ്രാമത്തിൽ തന്നെ എത്ര ക്ഷേത്രങ്ങളാണ് ഒരു ഗ്രാമത്തിലുള്ളത്. അപ്പൊ ക്ഷേത്രം ഹിന്ദുവിന്റെ അടിസ്ഥാനപരമായ ആചാരവിശ്വാസങ്ങളിൽ ഒന്നാണ്.
അപ്പൊ അവിടെ അത് പൊളിച്ചു മാറ്റുക, എന്നിട്ട് അവിടെ പള്ളി പണിയുക. എത്രമാത്രം ആത്മവിശ്വാസം തകർന്നു പോകും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മഹാക്ഷേത്രം പൊളിച്ചിട്ട് അവിടെ പള്ളി പണിതാൽ നമ്മൾ മതേതര ഹിന്ദുവാണെന്നൊക്കെ പറഞ്ഞു നിൽക്കുമോ? ഇപ്പൊ സ്വാഭാവികമായിട്ട് 496 വർഷക്കാലം ഹിന്ദുക്കൾ പോരാടി, 77 യുദ്ധം നടത്തി. അയോധ്യയിൽ രാമക്ഷേത്രം തിരിച്ചു കിട്ടാൻ വേണ്ടി 3 ലക്ഷം ഹിന്ദുക്കൾ ജീവൻ ബലിദാനം നൽകി. ഒടുവിൽ RSS ഉണ്ടായ 1925-ൽ 950 കഴിഞ്ഞപ്പോഴേക്ക് RSS പരസ്യമായിട്ട് പറഞ്ഞു തുടങ്ങി അയോധ്യയിൽ രാമക്ഷേത്രം പണിതേ മതിയാവുള്ളൂ. അതിന് 500 വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ 400 വർഷങ്ങളായിട്ട് ഹിന്ദുക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം RSS ആയിട്ട് പറഞ്ഞു. പിന്നീട് BJP RSSന്റെ കുടുംബത്തിൽ നിന്നുണ്ടായി. അയോധ്യയിലേക്ക് രഥയാത്ര നടത്തി. 1984 2 സീറ്റുണ്ടായ BJP 989 85 സീറ്റിലേക്ക് മാറി. BJP മുന്നോട്ട് വെച്ച ആശയം എന്തായിരുന്നു? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രം പണിതു തരാം. കല്യാൺ സിംഗിനെ ഉത്തർപ്രദേശിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് മുഖ്യമന്ത്രിയാക്കി. അപ്പോൾ BJPയുടെ എക്കാലത്തെയും മുദ്രാവാക്യം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രം പണിതു തരും. കുറെ കാലം കാത്തിരുന്നെങ്കിലും ഒടുവിൽ സമന്വയത്തിന്റെ വഴിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ ഭൂമി മൊത്തം ഹിന്ദുക്കൾക്ക് വീതിച്ചു കൊടുത്തു. എന്നിട്ടാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തനം പറയുന്നത് പള്ളി പൊളിച്ചിട്ടാണല്ലോ അവിടെ ഉണ്ടാക്കിയതെന്ന്. ഒരിക്കൽ പോലും ആരാധന നടക്കാത്തൊരു കെട്ടിടമാണ്. ഇസ്ലാമിന്റെ പാരമ്പര്യമല്ലത് എന്ന് വെച്ചാൽ ഭാരതത്തിലെ മുസ്ലിങ്ങൾ അത് ഏറ്റെടുക്കേണ്ട ഒരാവശ്യവുമില്ല. ഇസ്ലാമിക അക്രമകാരിയായ ബാബർ, കാബൂളിൽ നിന്ന് ഇവിടത്തേക്ക് വന്ന ബാബർ 6 ലക്ഷം പടയാളികളുമായിട്ട് ഭാരതത്തിൽ വന്ന് ഇസ്ലാമിക രാജാവായ ഇബ്രാഹിം ലോധിയെയും ആയിരക്കണക്കിന് മുസ്ലിങ്ങളെയും കൊന്നൊടുക്കിയിട്ട് അധികാരത്തിൽ വന്ന ബാബർ സ്ഥാപിച്ച മുഗൾ സാമ്രാജ്യത്തിന്റെ ഒരു പിന്തുടർച്ചാവകാശവും ഭാരതത്തിലെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഈ ചരിത്രമൊക്കെ ഈ മാധ്യമ പ്രവർത്തകന്മാർ മനസ്സിലാക്കുന്നത് നന്ന്. പിന്നെ അദ്ദേഹം തെറ്റായ കാര്യങ്ങൾ പറയുന്നു. നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഒരുപാട് വർഗീയ ലഹള നടന്നു. തെറ്റാണത്. ഈ ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഏറ്റവും കുറവ് വർഗീയ ലഹള നടന്നത് 2015 ശേഷമാണ്. നമുക്ക് കൃത്യമായിട്ട് ആ കണക്കുകൾ പരിശോധിച്ചാൽ അറിയാം. നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായ ഉടൻ ഒരു വലിയ കലാപം അവിടെ നടന്നിരുന്നു. 59 രാമസേവകരെ ട്രെയിനിലിട്ട് ചുട്ടുകൊന്നപ്പോൾ ഹിന്ദുക്കൾ പ്രതികരിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ അവർക്ക് ആവും പോലെ തിരിച്ചടിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് മരണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എഗ്രി ചെയ്യുന്നു. പക്ഷേ കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായിട്ട് ഗുജറാത്ത് ശാന്തമാണ്, സ്വസ്ഥമാണ്, കലാപങ്ങളൊന്നുമില്ല. അപ്പൊ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇത്രയേറെ സമാധാനത്തിൽ രാജ്യം മുന്നോട്ട് പോയിട്ടില്ല. പിന്നെ 2019 കണക്ക് പറഞ്ഞു 92 മരണങ്ങൾ നടന്നു ഡൽഹിയിൽ. 42 മരണങ്ങളാണ് നടന്നത്. അപ്പോൾ ഡൽഹിയിൽ നടന്നു എന്ന് പറയുന്ന മരണത്തിന്റെ കാരണക്കാരായിരുന്നു സത്യത്തിൽ നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളായിരുന്നു. അതായത് ഈ മുസ്ലിങ്ങളെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കി മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കുന്നു എന്ന് പറയുവാൻ മീഡിയ വൺ ചാനലായിരുന്നു ഏറ്റവും മുന്നിൽ. അങ്ങനെ മീഡിയ വൺ ചാനലിന്റെ പ്രദർശന അധികാരം 2 ദിവസം ഇല്ലാതായതൊക്കെ നമുക്കറിയാം. അതായത് പൗരത്വ ഭേദഗതി നിയമം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മുസ്ലിമായി ബന്ധപ്പെട്ടതല്ല. പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അവിടുത്തെ മുസ്ലിം തീവ്രവാദികൾ ആട്ടി ഓടിക്കുന്ന ഹിന്ദുക്കൾക്കും ബുദ്ധന്മാർക്കും ക്രിസ്ത്യാനികളും അടങ്ങുന്ന 6 വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കണം. പക്ഷെ അവിടുന്ന് ഒരു മുസ്ലിമാൻ ഇങ്ങോട്ട് വന്നാൽ പൗരത്വം കൊടുക്കേണ്ടതില്ല. കാരണം 90% മുസ്ലിങ്ങൾ താമസിക്കുന്ന പാകിസ്ഥാനിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ഒരു മുസ്ലിമിന് എന്ത് ഭീഷണിയാണ് നേരിടുന്നത്? അപ്പം മുസ്ലിമിനല്ല പൗരത്വം കൊടുക്കേണ്ടത്, മുസ്ലിങ്ങൾ കാരണം ആട്ടി ഓടിക്കപ്പെട്ടവരാണ്. അങ്ങനെ വന്ന് താമസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് പൗരത്വം കൊടുക്കുമെന്ന് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായിരുന്നു. അതെല്ലാം തീർച്ചയായിട്ടും നരേന്ദ്രമോദിക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പൊ അതിന്റെ പേരിലാണ് ഇവിടെ കലാപം നടത്തിയത്, തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. ഇന്ന് പൗരത്വ ഭേദഗതി നിയമം മുസ്ലിങ്ങളെ പറഞ്ഞയക്കുവാനാണെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ പോലും ചിരിക്കും. കാരണം അവർക്ക് മനസ്സിലായി കാര്യങ്ങൾ ഇതെല്ലാം കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും തട്ടിപ്പുകളായിരുന്നു, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അതുപോലെയുള്ള മീഡിയ വൺ ചാനലിന്റെ തട്ടിപ്പുകളായിരുന്നു എന്ന് മുസ്ലിങ്ങൾ തന്നെ മനസ്സിലാക്കിയിരുന്നു. കാരണം ഒരു മുസ്ലിമിന് പോലും ഇക്കഴിഞ്ഞ 5 വർഷമായിട്ട് ഇത് നടപ്പിലാക്കിയിട്ട് പൗരത്വം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം. അപ്പൊ പൗരത്വ ഭേദഗതി നിയമം ഒരിക്കലും മുസൽമാനെതിരെ ഉള്ളതല്ല. ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുകയാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാം തൃപ്തികരമായ മറുപടി, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഷടനോട് ഷാഠ്യം എന്ന രീതിയിലുള്ള മറുപടി ശ്രീ തുഷാർ വെള്ളാപ്പള്ളി കൊടുക്കുന്നുമുണ്ട്. അതായത് എവിടെയാണ് അന്തഃഛിദ്രത്തെ ഉണ്ടാക്കുക, എപ്പോഴാണ് ഇവർക്ക് മഹാകുംഭമേള പ്രക്ഷേപണം തുടങ്ങിയത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തത്, ഫ്രണ്ട് പേജിൽ വന്നത്, അവിടെ തിക്കിലും തിരക്കിലും 30 സജ്ജനങ്ങൾ ഭക്തന്മാർ മരണപ്പെട്ടപ്പോഴാണ് അവർക്ക് ഇതൊരു വാർത്തയായിട്ട് തോന്നുന്നത്. അപ്പം നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തനം വളരെ അധപ്പതിച്ചിരിക്കുന്നു. ഒരു വലിയൊരു ശതമാനം ആളുകൾ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, അഫ്സൽ ഗുരു എന്ന കുടുംബീകരനെ തൂക്കിക്കൊന്നപ്പോൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞ മീഡിയ വൺ ചാനൽ മാധ്യമം എന്ന ഇവരുടെ പത്രം,
അതുപോലെ അന്ന് പറഞ്ഞത് ദേശാഭിമാനി, സുപ്രഭാതം, തേജസ് എന്ന് പറയുന്ന നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് പത്രങ്ങളൊക്കെ അന്ന് പറഞ്ഞു. കൃത്യമായിട്ട് എനിക്കത് ഓർമ്മയുണ്ട്. 2010 തോന്നുന്നു ഇദ്ദേഹത്തെ തൂക്കിക്കൊന്നത്. അപ്പോൾ പിറ്റേ ദിവസത്തെ പത്രങ്ങളിലായിരുന്നു ഈ വാർത്ത കംപ്ലീറ്റും വന്നത്. അതായത് തെറ്റാണ്, സുപ്രീം കോടതി അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊല്ലാൻ പാടില്ലായിരുന്നു എന്ന്. പക്ഷെ ഇന്നൊരാളും അങ്ങനെ പറയില്ല. പറഞ്ഞാൽ നരേന്ദ്രമോദിയാണ് രാജ്യം ഭരിക്കുന്നത്. അപ്പൊ ഈ രാജ്യത്തിന്റെ പട്ടാളക്കാരെ കൊല്ലുവാൻ ആസൂത്രണം ചെയ്ത ഒരു കൊടുംഭീകരനെ ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠം തലനാരിഴകീറി പരിശോധിച്ച് തൂക്കിക്കൊല്ലുകയും രാഷ്ട്രപതി ദയാഹർജി മടക്കിയതിനു ശേഷം വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തപ്പോൾ അവൻ നിരപരാധിയാണെന്ന് പറയുന്ന മാധ്യമമാണ് ഇവിടുത്തെ മീഡിയ വൺ ചാനൽ പോലുള്ളതെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് കൃത്യമായിട്ട് കേരളത്തിന്റെ മാധ്യമ അജണ്ടയെ ഹിന്ദുക്കളായ നമ്മൾ തിരിച്ചറിയണം. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. പിന്നെ സത്യത്തിൽ ഇപ്പൊ തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് പിന്നാക്ക വിഭാഗങ്ങളുടെയൊക്കെ അവകാശങ്ങൾക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഭാഗം കൂടിയാണ്. ഈ സവർണ ഹൈന്ദവ നിലപാടുള്ള BJPയോടൊപ്പം താങ്കൾക്ക് എങ്ങനെയാണ് ചേരാൻ കഴിയുന്നത് എന്ന് അത്ഭുതപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്താണ് താങ്കൾക്ക് അതിനുള്ളത്? അത് മീഡിയ വൺ ചാനലായതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. അതല്ലാതെ ഒരു കാരണം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇവിടെ ഇന്ത്യയിലുള്ള നേതാക്കന്മാരെല്ലാം സവർണരാണോ? ഈ ആവശ്യമില്ല, നിങ്ങൾ തന്നെ ഉണ്ടാക്കി സവർണരാണ് ഇവിടുത്തെ BJPയുടെ നേതാക്കന്മാരെന്ന് പറയുവാൻ എങ്ങനെ നിങ്ങൾ ശ്രമിക്കുക? അത് കാരണം ഇവിടുത്തെ BJPയുടെ പ്രസിഡന്റ് ആരാണ്? ഇവിടുത്തെ മന്ത്രിയായിട്ടിരിക്കുന്ന ആരാണ്? BJPയുടെ മുഴുവൻ നേതാക്കന്മാരെടുക്കുക. ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? വെറുതെ വളച്ചൊടിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ. അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് അവർ മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ രാമക്ഷേത്രമാവട്ടെ, ഒരു പള്ളി പൊളിച്ചു പണിത ക്ഷേത്രമാണ്. അതുപോലെ തന്നെ CAA, അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള വിഷയങ്ങൾ, പലയിടത്തും ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. യാതൊരു സംശയം അക്കാര്യത്തിലില്ല. മണിപ്പൂരിലെ വിഷയം, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുന്നു. അതിനോടൊക്കെ തുഷാർ വെള്ളാപ്പള്ളിക്ക് യോജിപ്പുണ്ടോ? എനിക്ക് യോജിപ്പുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. CAA ഇന്ത്യയെ നടപ്പിലാക്കേണ്ടത് തന്നെയാണ്. എന്താ സംശയമുള്ളത്? ഈ പറയുന്ന പാകിസ്ഥാനിൽ ഏതെങ്കിലും ഇന്ത്യക്കാരനെ പോയിട്ട് സിറ്റിസൺഷിപ്പ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ പോയി ജീവിക്കാൻ കഴിയുമോ? ദുബായിൽ പോയി ജീവിക്കാൻ കഴിയുമോ? അക്കൗണ്ടബിലിറ്റി വേണ്ടേ? അതുപോലെ ട്രിപ്പിൾ തലാഖ് നടപ്പിലാക്കണ്ടേ? ഇവിടുത്തെ സ്ത്രീകൾ രാവിലെ എഴുന്നേറ്റിരുന്നുകൊണ്ട് 3 പ്രാവശ്യം തലാഖ് പറയുമ്പോഴത്തേക്ക് ഒഴിഞ്ഞു പോവുകയാണ് വേണ്ടത്. ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതെന്ന് പറയാൻ പഠിക്കണം. രാമക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ ഹൈന്ദവന്റെയും വികാരമാണ്. പള്ളി പൊളിച്ചിട്ടാണത്. അവിടെ പള്ളിക്ക് മുമ്പ് ക്ഷേത്രം ഉണ്ടായിരുന്നല്ലോ. അവിടെ തൊട്ടപ്പുറത്ത് അവിടെ പള്ളി പണിയാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. അത് ഒരു തരത്തിൽ മാത്രം മീഡിയ വൺ ചാനലിന്റെ താല്പര്യം. 2 തരത്തിലുള്ളതുകൊണ്ട് മീഡിയ വൺ താല്പര്യം കൊണ്ടല്ല കേട്ടോ. അങ്ങനെ താങ്കൾ പറയരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ വിവരങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കുന്നു. സംപ്രേഷണം ചെയ്തില്ലെങ്കിലും സോഷ്യൽ മീഡിയ ഞാനത് പറയും. കാര്യം അത് അങ്ങനെ നിങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിക്കരുത്. അല്ല, വളച്ചൊടിച്ചതല്ല, ഞാൻ കാര്യങ്ങൾ മാത്രമാണ് താങ്കളോട് ചോദിച്ചത്. തെറ്റാണ്. കാര്യങ്ങൾ മാത്രമാണ് ഞാൻ താങ്കളോട് വ്യക്തമായി അതിനോടൊപ്പം ഞങ്ങൾ യോജിക്കുന്ന ഭാഗങ്ങൾ പലതുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് പലതും ഉണ്ടെന്ന് പറയുമ്പോൾ താങ്കൾക്ക് എതിർപ്പുള്ള എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പൊ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യങ്ങളില്ലല്ലോ. എല്ലാ വിഷയങ്ങളിലും BJPയോട് എല്ലാ വിഷയങ്ങളിലും BJPയോട് യോജിപ്പായിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ BJPക്കാരായി പോരുന്നോ? ഒരു ഘടകകക്ഷിയായിട്ട് അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഇപ്പൊ ചില എതിർപ്പുകൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വേണം കരുതാൻ. നമുക്ക് എതിർപ്പ് ഉണ്ടാക്കിയെടുക്കാനാണല്ലോ താല്പര്യം. ഞാനെന്താ വെച്ചാൽ താങ്കൾ ഇപ്പൊ ഒരു പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗത്തിന്റെയും അല്ലെങ്കിൽ അവരുടെയും കൂടി താല്പര്യങ്ങൾക്ക് ഒത്തു തന്നെയാണോ താങ്കളുടെ രാഷ്ട്രീയ നിലപാടുകൾ വരുന്നത് എന്നറിയാൻ വേണ്ടി ചോദിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര്? ഇന്ത്യയുടെ പ്രസിഡന്റ് ആര്? ഇവിടെ കേരളം എടുത്ത് പരിശോധിച്ചു. കേരളത്തിൽ അവരുടെ പ്രത്യയശാസ്ത്രവും അവരുടെ ഇപ്പൊ ഹിന്ദുത്വ എന്ന് പറയുന്ന അവരുടെ പ്രത്യയശാസ്ത്രവും അവരുടെ നടപടികളും ഇപ്പൊ രാജ്യത്ത് തന്നെ മുസ്ലിങ്ങൾക്കെതിരായി ധാരാളം ആക്രമണങ്ങൾ നടന്നൊരു ഒരു കാലഘട്ടമാണിത്. ഞാൻ മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രൈസ്തവ ദേവാലയം ഇന്നലെ സഭ പറഞ്ഞു, ഞങ്ങളോട് സഭാ വക്താവ് പറഞ്ഞു എത്രയധികം ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു ഈ കാലഘട്ടത്തിൽ എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആശങ്കകളൊക്കെ ആ വിഭാഗം മൈനോറിറ്റീസിന് മുഴുവനും ഉണ്ട്. അതില്ലെന്ന് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അതിനോട് താങ്കൾ എങ്ങനെ പൊരുത്തപ്പെടുന്നു അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് മാത്രമാണ് എന്റെ ചോദ്യം. ഈ പറയുന്ന മൈനോറിറ്റി ഇതിനേക്കാളിന് മുമ്പ് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്താണ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണൽ റൈറ്റ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. അതിനെക്കുറിച്ച് എന്താ നമ്മൾ പറയാത്തത്? ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇന്ന് വരെ ഈ കമ്മ്യൂണൽ റൈറ്റ്സ് ഒന്നും തന്നെ വലിയ രീതിയിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഈ പറയുന്നത് മണിപ്പൂരിനെ കുറിച്ചാണ് പറയുന്നത്. ഡൽഹിയിൽ 92 പേരാണ് കൊല്ലപ്പെട്ടത് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി 2019. ഇത് ഓരോ കാര്യങ്ങളും വളച്ചൊടിക്കാൻ നോക്കാതെ ഇത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ റഷ്യയിലുണ്ടായിട്ടുള്ള അപകടത്തിൽ ബോംബിട്ടതിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഗാസയിലുണ്ടായിട്ടുള്ള പ്രശ്നത്തെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഗാസയിലെ കുറിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പറയേണ്ടതൊക്കെ കൃത്യമായിട്ട് പറയല്ലേ? കാരണം ഗാസയിൽ ഒരു രണ്ട് ഇന്ത്യക്കാരുള്ള സ്ഥലത്ത് അതിനെ അവർ ഗാസയെ സപ്പോർട്ട് ചെയ്യും. അതേസമയത്ത് അപ്പുറത്ത് ഗസയിലേക്ക് നിലപാട് കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ് മാധ്യമങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മീഡിയ. അതിനകത്തൊന്നും സംശയം വേണ്ട. വേറെയാണെന്ന് അറിയാവുന്നവരാണ് ഈ കേരളത്തിലുള്ള ആളിലൊക്കെ. ഓക്കെ,
ഓക്കെ, താങ്കൾക്ക് അങ്ങനെ ആരോപിക്കാം, ഞാൻ അതിൽ കുറ്റം പറയുന്നില്ല. താങ്കളുടെ അഭിപ്രായ എന്റെ സ്വാതന്ത്ര്യം. ആരോപണം അല്ല ഇത്. കേരളത്തിലുള്ള സാധാരണ ജനങ്ങൾക്ക് മുഴുവൻ ആയിക്കോട്ടെ, മീഡിയ വളരെ താല്പര്യം ആയിക്കോട്ടെ, ഉണ്ടെന്നും ആയിക്കോട്ടെ. എന്താണ് സമുദായ താല്പര്യമെന്നും അതിനനുസരിച്ചാണ് നിങ്ങൾ ചെയ്യുന്നുള്ളത് അറിയാവുന്നവരാണ് മുഴുവൻ ആളുകൾ. അല്ല ഞാൻ ചോദിച്ചത് വളരെ കൃത്യമായി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള ചോദ്യമാണ്, മാത്രമുള്ള ചോദ്യമാണ്. മുമ്പുള്ള പറ. താങ്കൾക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നുണ്ടാവില്ല. എനിക്ക് ഞാൻ യോജിക്കാൻ കഴിയുന്നില്ല. ഇതിന് പറഞ്ഞതിന് മുമ്പുണ്ടായിട്ടുള്ള എത്രയോ പ്രശ്നങ്ങളുണ്ട്, അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, മുമ്പുള്ള ഏത് പ്രശ്നത്തെ എത്രയോ പ്രശ്നങ്ങൾ. നിലപാട് പറയും, ഞാനല്ലോ, താങ്കളാണ് സ്ഥാനാർത്ഥി. അപ്പൊ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഞാൻ പറഞ്ഞു എന്റെ നിലപാടുകളൊക്കെ വളരെ വ്യക്തമാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഡോണ്ട് വറി. എനിക്ക് ഒരു വറിയില്ല. എല്ലാവിധ ആശംസയും. ഓക്കെ, പ്രത്യേകിച്ച് സംപ്രേഷണം ഞാൻ ഗുണം ചെയ്യും. താങ്ക് യു.